അതാണ് ഏറ്റവും വലിയൊരു ഇത്. അന്ന് പറ. എന്താ അതാണ് പടത്തിന്റെ ഏറ്റവും വലിയ ഇത്. ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ കാര്യം ഒന്ന് ചെന്നിങ്ങനെ ഇതാണ് മാറ്റർ എന്നൊന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി ഏകദേശം തീർന്നു കിട്ടും. പിന്നെ അവരിൽ നിന്നുള്ള സംഭവങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മച്ചാന്റെ മാലാഖ എന്നാണല്ലോ സിനിമയുടെ പേര്. അപ്പൊ നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരു മാലാഖ ഉണ്ടായിരിക്കുമല്ലോ, അതായിരിക്കും? വെറൈറ്റി ക്വസ്റ്റൻ അല്ലേ? അതെ, വളരെ. ഇനിയിപ്പോ എന്താണ് സൗബിൻക ഡയറക്ട് ചെയ്യുന്ന ഒരു ഫിലിമിനെ കുറിച്ചിട്ട് പ്ലാനിങ് നടക്കുന്നുണ്ട്. തമിഴ് പടം ചെയ്യുന്ന അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഈ വർഷം പ്രതീക്ഷിക്കാം. ഞാൻ എന്നോട് പറയുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്നത്തെ എൻ്റെ ഗസ്റ്റുകൾ ആരാന്ന് വെച്ചാൽ ഏറ്റവും പുതിയ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയായ മച്ചാൻ്റെ മാലാഖ എന്ന ഫിലിമിൻ്റെ വിശേഷങ്ങളുമായി ഡയറക്ടർ ബോബൻ സാമുവൽ, ആക്ടേഴ്സ് സൗബിൻ ഷാഹിർ, ആക്ട്രസ് നമിത ആൻഡ് ആക്ട്രസ് ആര്യ. ഹലോ ഗൈസ്, വെൽക്കം. താങ്ക് യു. സോ മച്ചാൻ്റെ മാലാഖ, മച്ചാൻ്റെ ജീവിതം രക്ഷിക്കുന്ന മാലാഖയാണോ, മാലാഖയുടെ ജീവിതം രക്ഷിക്കുന്ന മച്ചാനാണോ? അങ്ങനെയുമുണ്ട്, രണ്ടും ഉണ്ട്. ഇപ്പൊ മച്ചാനും മാലാഖയും അല്ല, മച്ചാനും മാലാഖയും അത് മനസ്സിലായി. ആര് ചേച്ചി? ഞാൻ ഈ മച്ചാൻ ഒരു മച്ചാനുണ്ട്, ആ മച്ചാന്റെ ഭാര്യ, ആ മച്ചാന്റെ മാലാഖയാണ് ഞാൻ. ഓക്കെ, അപ്പൊ മച്ചാന്റെ മാലാഖയുടെ ഡയറക്ടറിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ഇന്റർവ്യൂസിലും ഒരു ഏകദേശം ഒരു ധാരണ പറഞ്ഞിട്ടുണ്ടല്ലോ ഫിലിമിനെ കുറിച്ച്. അതൊന്നും അല്ലാതെ പുതിയതായിട്ട് എന്താ പറയാനുള്ളത്? വേറെ പടത്തിന്റെ കാര്യം നമ്മൾ പറയാത്ത ഒരു കാര്യം എന്ന് പറയാനൊന്നുമില്ല. അത് പറയാൻ പറ്റില്ല. അത് പറയാനോ? അതാണ് പടത്തിന്റെ ഏറ്റവും വലിയ ഇത്. ചെറിയൊരു കാര്യം. അതെന്തായാലും കാണുമ്പോ അതിന്റെ സുഖം പോയി പോകില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. പറയാനുണ്ട്, അത് സിനിമയിലുണ്ട്. ഓക്കെ, എന്നാലും ചെറുതായിട്ട് പറയുന്നത് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു കുടുംബ പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, വന്ന് കണ്ട് സന്തോഷത്തോടെ പോകാൻ പറ്റുന്ന ഒരു സിനിമ. അതിലെ കുറെ നല്ല കഥാപാത്രങ്ങൾ, നന്മയുള്ള കുറെ കഥാപാത്രങ്ങൾ, നാട്ടുമ്പുറവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള ഒരു സിനിമ. പഴയൊരു പണ്ടത്തെ സിനിമ രീതികളുടെ അങ്ങനത്തെ ഒരു നമുക്ക് മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീല് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി, ഒരു ബോബൻ സാമുവൽ മൂവി. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കമന്റ്സിൽ കണ്ട ഒരു സാധനമാണ്. അതായത് ശരിക്കും ഒരു മലയാള തനിമ, ഗ്രാമം, വീട്, ഫാമിലി, റിലേഷൻസ്, അതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പാട്ടുകളിലാണെങ്കിലും ട്രെയിലറൊക്കെ കണ്ടപ്പോഴാണെങ്കിലും. അപ്പോൾ ഏകദേശം ഒരു ധാരണ സിനിമയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും കിട്ടിക്കാണും പ്രേക്ഷകർക്ക്. ഇനിയിപ്പോൾ ബാക്കി നിങ്ങളാ പറയാത്ത കാര്യം എന്താണെന്ന് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു. അധികം കാര്യങ്ങൾ ഫിലിമിലുള്ള നമ്മളിപ്പോ എന്താണ് പറയാൻ, എല്ലാ സിനിമയ്ക്കും ഒരു ഹൃദയം ഉണ്ടാവുമല്ലോ. അതിനെ നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെന്താ ഒരു പ്രയോജനം? ഇത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, അതാണ് ആക്ച്വലി പറയാൻ വന്ന കാര്യല്ലേ. അല്ല, എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും അതിൻ്റെതായ, നമുക്ക് പ്രേക്ഷകർ നേരിട്ട് കണ്ട് മനസ്സിലാക്കി സന്തോഷിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മൾ ഇതുപോലെ വന്നിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്താ കാര്യം? അതെ, ഇതിൽ അവിടെ നിന്നാണ് ഈ പടത്തിലെ ശരിക്കും ഈ കഥ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു സിറ്റുവേഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പെട്ടെന്ന് ഒരു ഹൈ വന്നു. അയ്യോ, അത് നമ്മൾ കേൾക്കാത്തതാണല്ലോ എന്നുള്ള, അതാണ് എന്നെ പോലും ഇതിലോട്ട് ആകർഷിക്കും മൂവി ചെയ്യാനായിട്ട്. ഇതിൽ അഭിനയിക്കണം, ആ ക്യാരക്ടർ ചെയ്യണം തോന്നാനുള്ള. അതുകൊണ്ടാണ് ആ ഇൻസിഡന്റ് വളരെ സൂക്ഷിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത് പടം. അത് ഭയങ്കര രസമായിട്ട് തിയേറ്ററിൽ കിട്ടും. അത് അതായത് നമ്മളിപ്പോ ട്രെയിലറിൽ കാണുന്ന പോലെ ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള എന്തോ ഇഷ്യൂസ്, ട്രെയിലറിൽ ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ, ട്രെയിലറും കൂടി പോയിരുന്നുണ്ട്. ട്രെയിലർ കൂടി കണ്ടുകഴിയുമ്പോൾ കുറച്ചും കൂടി വേറെന്തോ. അപ്പൊ അതിലാണ്
അതിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നടക്കുന്ന കാര്യമാണോ എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാവും ഫിലിം കാണുമ്പോൾ കാണണം. കാണും. എന്താണ് അപ്പൊ മാലാഖ ഈ കഥ കേട്ട സമയത്ത് മാലാഖ ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, ഈ മാലാഖ ഞാൻ ആയിക്കോളാം എന്ന് തോന്നിയത്? ബോബൻ ചേട്ടൻ എനിക്ക് നേരത്തെ പരിചയമുള്ള, നമ്മളിതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ബോബൻ ചേട്ടൻ കഥ നറേറ്റ് ചെയ്ത് ഫുൾ പുള്ളിക്കാരൻ നറേറ്റ് ചെയ്യുന്നത് ഭയങ്കര രസമാണ് കേൾക്കാൻ. അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇരുന്ന് നറേറ്റ് ചെയ്യും. അപ്പോൾ കേട്ടപ്പോൾ തന്നെ ഈ ഒരു ഇപ്പം നമ്മൾ നോർമലി കണ്ടുവരുന്ന കുറച്ച് പാറ്റേൺ ഓഫ് സിനിമാസ് ഉണ്ട്. ഇത് ത്രില്ലർ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് സിനിമയായിരിക്കും. പണ്ടത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ആ നാട്ടിൻപുറം, ആ ഒരു ആളുകൾ തമ്മിലുള്ള റിലേഷൻസ് അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. പിന്നെ ഈ പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് അത് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്തതും അങ്ങനെ നടന്നിട്ടില്ലാത്തൊരു ഇൻസിഡന്റ് ആണ്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഇതുവരെ നമ്മളങ്ങനെ കേട്ടിട്ടില്ലല്ലോ. പിന്നെ ആ കഥാപാത്രവും ഭയങ്കര രസമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ആ ഫാമിലി, ബിജിമോളെന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്, സജീവൻ എന്നാണ് സൗഭിക്കാട്. ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ, അതെങ്ങനെ ബോണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു, പിന്നെ വരുന്ന ഈ ഒരു ഇൻസിഡന്റ്, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ നടക്കുന്നു. അപ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഇതിൽ ഭയങ്കര ലെവലിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അത് രസമാണ് ആ ക്യാരക്ടർ. കാരണം നമ്മളുടെ ഇടയ്ക്കും ഉണ്ടാവും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. എന്താണ് ഇപ്പൊ ഐഡന്റിറ്റിക്ക് ശേഷം ഒരു പുതിയ റിലീസ് ആയിരിക്കും അല്ലെ മച്ചാന്റെ മാലാഖ? അതിലാണെങ്കിലും ഇപ്പം ഓൾറെഡി എല്ലാവരും സംസാരിച്ചിട്ടുണ്ടാവും, ഡിഫറെന്റ് ക്യാരക്ടർ ആയിരുന്നു. അപ്പം ഇതിലേക്ക് വന്നപ്പം എന്താണ് പുതിയ ഒരു ക്യാരക്ടറിന്റെ? ആക്ച്വലി ഐഡന്റിറ്റി ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഷൂട്ട് ചെയ്തതാണ് മച്ചാന്റെ മാലാഖ. മച്ചാന്റെ മാലാഖയാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ റിലീസ് വന്നപ്പോൾ ഐഡന്റിറ്റി ആദ്യം ഇറങ്ങി, ഇത് പിന്നീട് വന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ടും അഗൈൻ രണ്ട് എക്സ്ട്രീം ക്യാരക്ടേഴ്സ് ആണ്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഫീൽ ചെയ്യുന്നു. കൂടുതലും എന്നെ സാധാരണ സിനിമകളിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതലും 90% കോമഡി ബേസ്ഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്കാണ് കൂടുതലും വിളിക്കുന്നത്. അതിന്ന് കുറച്ച് ഗതിമാറി സഞ്ചരിച്ച് ഒരു ഡയറക്ടറാണ്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര, എന്നെ ആദ്യമേ വിളിച്ചപ്പോഴേ ബോബൻ ചേട്ടൻ പറഞ്ഞു, നിന്റെ യൂഷ്വൽ കോമഡി സാധനം ഒന്നും അല്ല, കുറച്ച് തൻ്റെടി ആയിട്ടുള്ള ഒരു ഭാര്യയാണ്, പിന്നെ ഇറച്ചി വിട്ട കാര്യമാണെന്ന് പറഞ്ഞപ്പോ അതിൽ ഞാൻ വീണു. ഓക്കെ ശരി. തന്നെ അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നല്ലതായിരുന്നു. ഐ മീൻ എനിക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ ഓൾ ടുഗെദർ. എന്തായിരുന്നു അപ്പോൾ ആര്യ ചേച്ചിയിൽ ഓക്കെ നമുക്ക് ഈ ഒരു ഡിഫറെന്റ് ക്യാരക്ടറായിട്ട് പ്ലേസ് ചെയ്യാന്ന് തോന്നിയത്? അല്ല, പുള്ളിക്കാരി ഈ പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു ഇമേജ് ഇല്ലാത്തൊരു ആർട്ടിസ്റ്റ് അത് ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു വ്യത്യാസം വരിക. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്കും അത് കറക്റ്റ് കൺവിൻസിങ് ആയി, അങ്ങനെയൊക്കെ അറിയില്ല. പിന്നെ ഇത് ഈ പറയുന്ന പോലെ നമ്മൾ ഇത് വളരെ കാലം മുമ്പ് അങ്ങനെയൊന്നും, ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. നമ്മളൊക്കെ ശ്രദ്ധിച്ചാൽ ഇവരെയൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാം. ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊരു അറിയാവുന്ന ആൾക്കാരൊക്കെ എല്ലാരും പറയാറുണ്ട് ഗ്രാമം. ഈ ഗ്രാമം എന്നൊന്നും പറഞ്ഞാൽ നശിച്ചു പോയ സാധനമൊന്നുമല്ല. ഇപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതാണ്. ഇതിനകത്തെ വയലും റോഡും ട്രാൻസ്പോർട്ട് ബസ്സും ഒക്കെ നമുക്ക് ചുറ്റിനുണ്ട്. നമ്മളൊന്ന് കണ്ണുറന്ന് നോക്കണം, ഇതൊക്കെ ഉണ്ട് നമുക്ക്. ആക്ച്വലി എന്റെ വീടിന്റെ അടുത്തുണ്ട് പാടം, ഗ്രാമം, എല്ലാം ഉണ്ട്. പക്ഷെ പലരും ഇവിടെ വിചാരിക്കുന്ന ഇതൊക്കെ പോയി, ഇതൊക്കെ നശിച്ചു പോയി, ഇതൊന്നും ഇല്ല നമുക്ക് ജീവിതത്തിൽ എന്നാണ് എല്ലാവരുടെയും ധാരണ. നമ്മൾ ശ്രദ്ധിക്കാത്തത് സിറ്റിയിൽ താമസിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു സാറിന്റെ ഏറ്റവും കൂടുതൽ സിനിമകളുടെ ഒരു പ്രധാന ഭാഗം നേച്ചർ, ഗ്രാമം അല്ല? അതൊക്കെ വേണമല്ലോ, സിനിമയിലൊക്കെ ആവശ്യമുള്ളതല്ലേ. അതാണോ ആ ഒരു എന്താ, അതാണോ മെയിൻ ഒരു ഫോക്കസ് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല, എനിക്ക് വന്ന് ഇങ്ങനെ ഭവിക്കുന്നതൊക്കെ അതൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു നല്ല ത്രില്ലറും, പിന്നെ ത്രില്ലറും എൻ്റെ പടങ്ങളിൽ പറഞ്ഞു പോയിട്ടുണ്ട്. റോമൻസിലായാലും വികടവുമാനിലായാലും ഒരു ത്രില്ലറുണ്ട് അതിനകത്ത്. പിന്നെ ഈ സൈഡിൽ കൂടെ ഈ ചെറിയ ഹ്യൂമർ, ആൾക്കാർക്ക് ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പോകുന്നത് കൊണ്ടാണ് അതിനെ പ്രൊജക്റ്റ് ചെയ്യാതെ. ഈ ത്രില്ലിങ് മൂഡുള്ള മൂവീസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് അങ്ങനെ ഫോക്കസ് ചെയ്ത് പോയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ എനിക്കെപ്പോഴും ഇഷ്ടമാണ് ത്രില്ലർ മൂവീസ് ചെയ്യുന്നത്. നല്ല ഈ പറയുന്ന പോലെ ഇതിനകത്ത് കൊണ്ടൊരു പറഞ്ഞ പോലെ. ഇപ്പൊ മച്ചാന്റെ മാലാഖ എന്നാണല്ലോ സിനിമയുടെ പേര്. അപ്പൊ നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരു മാലാഖ ഉണ്ടായിരിക്കുമല്ലോ, അതായിരിക്കും? വെറൈറ്റി ക്വസ്റ്റൻ അല്ലേ? അതെ, വളരെ അവരുടെ മനസ്സിൽ മാലാഖ എന്നായിരിക്കും. നിങ്ങൾക്ക് മാലാഖ, ഞങ്ങൾക്ക് മാലാഖ.
അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സാഹചര്യങ്ങൾ അനുസരിച്ചല്ലേ. അതെ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓരോ സാഹചര്യം. ആ ശരിയാട്ടോ, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ചിലപ്പം നമ്മുടെ ഒരു അത്രയും മോശപ്പെട്ട ഒരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒബ്വിയസ്ലി അത് നമ്മുടെ മാലാകയല്ലേ. അത് ശരിയാ, ഹെൽപ്പിംഗ് ഹാൻഡ്സ് അല്ലേ. സിറ്റുവേഷൻ അനുസരിച്ച് അല്ലാതെ ഫുൾ ടൈം ഒരു മാലാകാൻ പറഞ്ഞിട്ട് പറയാനായിട്ട് അങ്ങനെ ഇല്ല. ഉണ്ട്. എന്നാലും അത് ചോദിച്ചാൽ അങ്ങനെ ഒരാൾ ചൂസ് ചെയ്യാനില്ല, ഒന്നിലധികം ആൾക്കാരുണ്ട്. ഓക്കെ. ഇപ്പൊ സാറിന് അങ്ങനെ വൈഫിന്റെ പേര് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് എക്സ്പെക്ട് ചെയ്ത ആൻസർ. അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റി പറഞ്ഞത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത അതാന്ന് മനസ്സിലായി. അതില് ഉമ്മയും പെടും, വൈഫും അതാണ്, എല്ലാരും ഉണ്ട്, സിസ്റ്റർ ഉണ്ട്. അങ്ങനെ നോക്കി വരുമ്പോ സാറിനോ? ഇതിലൊക്കെ തന്നെ എനിക്കുണ്ട്. സിസ്റ്ററും എല്ലാവരും. അതാണ്. ഇപ്പൊ ഇതൊരു വാലന്റൈൻസ് ഡേ, ഐ മീൻ ഫെബ്രുവരി ഇപ്പൊ ഒരു വാലന്റൈൻസ് മന്ത് ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണോ ഇത് വാലന്റൈൻസ് മന്തിൽ തന്നെ റിലീസ് ചെയ്യാൻ തോന്നിയത്? കുറച്ച് ലവ് ഫാക്ടർ ഒക്കെ ഉള്ളതുകൊണ്ടാണ്? ഇല്ല, അങ്ങനെ ഒരു ചിന്തയില്ല. ഈ ഒരു ഡേറ്റ് വന്നു, അത് ചെയ്തു എന്നുള്ളതാണ്. സിനിമയിലൊക്കെ ഉണ്ട്. നായകനും നായികക്കും മാത്രമല്ല, അളിയനും അളിയന്റെ ഭാര്യയ്ക്കും അതെ അളിയുടെ കൂട്ടുകാരനും ഭാര്യയും എല്ലാവർക്കും ഉണ്ട് സ്നേഹത്തില്. അതിലൊക്കെ കാണാൻ പറ്റും. അത് ചെറിയ ചെറിയ വഴക്കുകളിലൂടെ ആണെങ്കിലും അത് ഞങ്ങൾ ടീച്ചറിൽ ചെറുതായിട്ട് ഒരു ലവ് കണ്ടായിരുന്നു. ഓക്കെ, ഇത് ഉണ്ട്. ശരി. ഇതിലിപ്പോൾ എനിക്കൊന്ന് ബസ് കണ്ടക്ടറാണ് പ്രൊഫഷൻ അതിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ റിയൽ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബസ്സിൽ കയറിയത് എപ്പോഴാണ്? ലൈക്ക് ഈ ഷൂട്ടിനല്ല, അതല്ലാതെ? ഞാൻ എന്റെ സ്കൂളിൽ കഴിഞ്ഞ് ഞാൻ ട്യൂഷന് ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്തായിരുന്നു, സിനിമയിലുള്ള സമയം തന്നെയാ, സിനിമയിൽ ഉണ്ടായിരുന്നപ്പോ തന്നെയാ ഈവനിങ് ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. ചേച്ചിയോ? ഞാൻ ചെറുതിലെ, അതിനും മുന്നേ ചെറുതിലെയാണ് ബസ്സിൽ സ്ഥിരം ഈ പറയുന്ന പോലെ. ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് തോന്നുന്നു ബസ്സിൽ പോയിക്കൊണ്ടിരുന്നത് ചാല മാർക്കറ്റിൽ പോകാനായിരുന്നു. വീട്ടിൽ നിന്ന് ചാല മാർക്കറ്റിൽ പോകണമെങ്കിൽ ഞാനും എൻ്റെ ആൻറ്റിയും ഞങ്ങൾ രണ്ടുപേരുമാണ് സന്തത സഹചാരികൾ. സ്ഥിരം പണ്ടത്തെ ഷോപ്പിംഗ് മേറ്റ്സ് എന്നൊക്കെ പറയില്ല. ഞാൻ വീട്ടിൽ നിന്ന് ബസ് കയറി ചാല മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വരുന്നു. ചെറുതിലെ, വളരെ ചെറുതിലെയാണ്. എനിക്ക് കറക്റ്റ് ഒരു ടൈം പീരീഡ് പറയാൻ അറിയില്ല. ഈ പറയുന്ന പോലെ സ്കൂൾ കാലഘട്ടം തന്നെയാണ് ആ ഒരു സമയത്ത്. എൻ്റെ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലൊക്കെ ഫുൾ ബസ്സിൽ തന്നെയായിരുന്നു. വണ്ടി മേടിക്കുന്നത് മുമ്പ് വരെ, ആൾക്കാർ തിരിച്ചതിന് മുമ്പ് വരെ എപ്പോഴും ബസ്സിൽ തന്നെയായിരുന്നു. കുറച്ചും കൂടി നമുക്ക് അസിസ്റ്റന്റ് സമയത്തൊക്കെ ഒരു ലാസ്റ്റ് പീരിയഡ് പോലും ഫാമിലി ഉണ്ടാവുന്ന കല്യാണത്തിലാണെങ്കിൽ പോലും അവരെല്ലാരും കിട്ടുന്നത് ഒറ്റ വലിയൊരു ബസ്സിൽ പോകുമ്പോൾ അതിൽ കയറിയിരിക്കാന്ന് പറയുമ്പോൾ അപ്പൊ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് പോകാൻ പറ്റില്ല. അത് അങ്ങനെയൊക്കെ ലാസ്റ്റ് ആണെങ്കിൽ പോലും ബസ്സിൽ കുറെ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന ആളുകളുമാണ്. എല്ലാരും നമുക്ക് അതിൽ കയറി നമുക്ക് മറ്റേ ഡാൻസ് ഒക്കെ ചെയ്ത് കുറെ പേരും ഉണ്ടാവും. അങ്ങനെ അതും അങ്ങനത്തെ ബസ്. അത് കോളേജ് ടൈം, സ്കൂൾ ടൈം. പിന്നെ എന്റെയൊക്കെ ചെറുതില് തന്നെ ഞാൻ റെന്റിൽ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു ഓണറിന് ബസ് ഉണ്ടായിരുന്നു. അപ്പൊ ശനി ഞായർ ദിവസങ്ങളിൽ ഞായറാഴ്ച ഇവര് ഐലൻഡ് ഫോർട്ട് കൊച്ചി അങ്ങനെയായിരുന്നു ആ ലൈൻ ബസ് പോയിരുന്നത്. ഞാൻ എൻ്റെ കിളിയായിട്ട് വെറുതെ എല്ലാവർക്കും ഈവനിങ് മൊത്തം അതിൻ്റെ റൂട്ടിൽ പോവായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു ബസ്സിലിരിക്കാനും ബെല്ലടിക്കാനും. അങ്ങനെ അധികം തിരക്കില്ലാത്ത റൂട്ടുമാണല്ലോ ഫോർട്ട് കൊച്ചി ഐലൻഡ്. അപ്പം അങ്ങനെയൊക്കെ ഞായറാഴ്ചകളിലൊക്കെ അങ്ങനെയും കുറെ പോയിട്ടുണ്ട്. അത് ഈ ക്യാരക്ടറിന് ഇച്ചിരി ഗുണവും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയും ചെയ്തു. കറക്റ്റ് ആ ഒരു അതിനൊരു താളം ഉണ്ടല്ലോ, ആ പിടിച്ച് നിൽക്കാതെ ടിക്കറ്റ് കൊടുക്കാൻ ബാലൻസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ പറയുകയും ചെയ്തു. അന്ന് ഇങ്ങനെ പോയതുകൊണ്ട് അത് ആക്ച്വലി ഭയങ്കര സ്കില്ലാണ്. ഇതിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ കയ്യിൽ ഇത്രയും വേണ്ടേ കാശ് കൊടുക്കണം, ടിക്കറ്റ് ജീവിക്കായിരുന്നതൊക്കെ. ഓക്കെ സാർ എപ്പോഴാ പോയത്? ഞാൻ മിക്കവാറൊക്കെ ബസ്സിൽ പോകാറുണ്ട്. ഇപ്പോഴും പോകാറുണ്ടോ? ഇപ്പോഴും പോകാറുണ്ട്. അതൊന്നും വലിയൊരു എനിക്കതൊരു വലിയൊരു ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പോയിട്ടുണ്ട്. അല്ല ഇപ്പം ആളുകൾ ചില എമർജൻസി ഘട്ടങ്ങൾ, ഇപ്പം ഞാൻ നോർത്തിലൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ പെട്ടെന്ന് ടാക്സി ഊബർ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ് ഈ അടുത്ത സമയത്ത് വന്ന് നിന്നു കയറി അങ്ങ് പോകും.
എന്താണ് കാര്യമൊന്നുമില്ല. അല്ല പിന്നെ ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ആർക്കാണെങ്കിലും ഇപ്പോഴും ബസ്സിൽ പോകാൻ ഒരു മടിയില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്ക് വേറെ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് ഉള്ളത് കൊണ്ട് നമ്മളത് ചൂസ് ചെയ്യുന്നില്ല. നമ്മളെല്ലാം ബസ് അതെ, ട്രിപ്പൊക്കെ പുറത്തൊക്കെ പോകുമ്പോ അതെ ബസ്സാണ് ഏറ്റവും നല്ലത്. ബസ്, പിന്നെ നമ്മുടെ മെട്രോ. ഈ ഇടയ്ക്ക് എനിക്ക് സ്ലീപ്പർ ബസ്സിൽ കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട് സ്ലീപ്പർ ബസ്സിൽ കയറി കണ്ണൂർ വരെ പോയി. അത് നല്ല അനുഭവമായിരുന്നു. നല്ല സ്റ്റൈലായിട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ മച്ചാന്റെ മാലാഖയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതിലിപ്പോൾ വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ദിലീഷ് ചേട്ടനുണ്ട്, ധ്യാൻ ചേട്ടനുണ്ട്. അപ്പൊ അവരെയൊക്കെ കുറിച്ച്, അവരുടെയൊക്കെ ക്യാരക്ടേഴ്സ്. ധ്യാൻ ചേട്ടൻ അഡ്വക്കേറ്റ്. അതെ അതെ, അഡ്വക്കേറ്റ്. കാരണം പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ദിലീഷ് പോത്തൻ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളവരെല്ലാം ഡയറക്ടേഴ്സാണ്, എല്ലാവരും സിനിമ ഡയറക്ട് ചെയ്തവരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വലിയ ജോലിയൊന്നും ഇല്ല. കാര്യമൊന്നും പറയുമ്പോൾ തന്നെ മനസ്സിലാവും. അവരങ്ങ് ഏറ്റെടുത്തു. പ്രത്യേകിച്ച് ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്ത സൗൻ ബൈയാണ്. അത് തോന്നും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ സിനിമ എടുത്തിട്ടുള്ളതുകൊണ്ട് അഭിനയങ്ങൾ കുഴപ്പമുള്ള എല്ലാവരും അല്ല, ഒന്നുമല്ല. നമുക്കിപ്പം ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ കാര്യം ഒന്ന് ചെന്ന് ഇങ്ങനെ ഇതാണ് മാറ്റർ എന്നൊന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി ഏകദേശം തീർന്നു. പിന്നെ അവരിൽ നിന്നുള്ള സംഭവങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഒരു വലിയൊരു എഫേർട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ശരിയല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും കിട്ടും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സൗബിൻ കേല ഒരു ഡയറക്ടർ എപ്പോഴെങ്കിലും ഉണർന്നിട്ടുണ്ടോ? സൗബിക എനിക്ക് തോന്നുന്നു കോമ്പിനേഷൻ ഇപ്പൊ സജഷൻ ഒക്കെ വെക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം സൗബിക നമ്മുടെ പെർഫോമൻസ് വാച്ച് ചെയ്യണം, നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് മീറ്റർ പറയും. അതായത് ബോബൻ ചേട്ടൻ മോണിറ്ററിൽ കാണുന്നതിന് മുമ്പേ നമ്മൾ തമ്മിൽ റിഹേഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെ അതൊക്കെ ഭയങ്കര ഗുണം ചെയ്യുന്നു. ഇവർ തമ്മിലുള്ള കെമിസ്ട്രി നമുക്ക് ഭയങ്കരമായിട്ട് ചോദിച്ചുകൊണ്ട് തോന്നിയത് അങ്ങനെയൊക്കെ പറയും. അത് ആക്ച്വലി നമ്മളുടെ ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സിന്റെ ബോണ്ട് ബിൽഡ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഗീവ് ആൻഡ് ടേക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയെന്നാണല്ലോ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുള്ള പറയാറുണ്ട്. ഇതിന്റെ അപ്പുറത്ത് എന്താണെന്നുള്ള ഓരോരുത്തരും മനസ്സിലിരിക്കും. അത് വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്ത് നോക്കാവുന്നത്. ഇവർ പറയുന്നത് നമുക്ക് ഒരുപാട് നല്ല നല്ല ഇപ്പം ഇതിനകത്തൊരു ഫസ്റ്റ് നൈറ്റ് സീനുണ്ട്. ശരിക്കും അതൊരു മാസ്റ്റർ ഷൂട്ട് ചെയ്തപ്പോൾ എന്നോട് സൗബിൻ ഭായ് പറഞ്ഞു നമുക്ക് ഇത് തന്നെ പോരെ, ഇനി കട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു നല്ല സജഷനായിട്ട് തോന്നി. കാരണം ഞാൻ വിചാരിച്ച മനസ്സിലെന്താ, ഇനി കട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും, ഒറ്റയ്ക്ക് അടിച്ചു തീർത്തതാണോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. എന്നിട്ട് ഞാൻ കൺഫ്യൂസ് ആയിരുന്നപ്പോഴേ ഇദ്ദേഹം തന്നെ പറഞ്ഞു നമുക്കിത് ഒറ്റ ഷോട്ടിൽ തന്നെ പോകാം. അത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇവർ രണ്ടുപേരും ഒറ്റ ഷോട്ടിലാണ് ഒരു മണിയേറ സീൻ ഫുൾ, ഒരു 4-5 പേജുള്ള ഒരു സീൻ ഫുൾ ഇവർ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കട്ട് ഷോട്ട് കൊടുത്തിട്ടോ ചെറിയ കട്ട് ഷോട്ട് എടുത്ത് പക്ഷെ യൂസ് ചെയ്തത് ആ മാസ്റ്റേഴ്സാണ്. അതിനൊരു സുഖമുണ്ട് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ മൊത്തത്തിലായതൊരു ആ മൂഡ് എന്തായാലും കട്ട് ചെയ്യുമ്പോൾ അത് മാറും. പക്ഷെ അത് കറക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ എപ്പോഴും ഹെൽത്തി കോൺവെർസേഷൻ സിനിമ എന്ന് പറയാം. അല്ലെ ഞാൻ സംവിധാനം ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മാത്രം എൻ്റെ മനസ്സിലുള്ള അങ്ങനെ പറയാൻ പാടില്ല. അവരിൽ നിന്നും ഉള്ള സാധനം വാങ്ങിയാലും സംവിധാനം ബോബൻ സാമുവൽ എന്നല്ലേ വരുള്ളൂ. അതായിരുന്നു അപ്പൊ മനസ്സിൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു ആക്ടിങ് ആൻഡ് ഈ ഒരു ബിസിനസ്, എനിക്കറിയാം ഇപ്പോൾ ചേച്ചിയുടെ റീസെൻ്റ്ലി വ്ളോഗൊക്കെ ഞാൻ കണ്ടായിരുന്നു. സാരീസൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതൊക്കെ ഞാൻ തന്നെ ആലോചിച്ചു. ഫുൾ ഡേ അവിടെ ഇരുന്ന് അത് തീരാഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നത് കംപ്ലീറ്റ് ചെയ്തു. അപ്പം അതും അത്യാവശ്യം ഭയങ്കര ഒരു പ്രഷറും ടെൻഷനൊക്കെ ഉള്ളൊരു ഫീൽഡാണ്. ആൻഡ് ഓൾസോ കഫേ ആണെങ്കിലും കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ പിന്നിൽ. ഇല്ലേ? ഓക്കെ, എല്ലാ ഫീൽഡിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളിത് മാനേജ് ചെയ്യുന്നത്? ലൈക്ക് ആക്ടിങ്ങിൻ്റെ ടെൻഷൻ ആണെങ്കിലും ബിസിനസിന്റെ ടെൻഷൻ ആണെങ്കിലും. അച്ഛനൊരു പാർട്ട്ണറാണ്, അതുകൊണ്ട് ഈസി ഫുൾ ടൈം അവിടെ ഉണ്ടാവും. പിന്നെ വേറൊരു പാർട്ട്ണർ ഉണ്ട്, പുള്ളി ഷെഫാണ്, പുള്ളി US-ലാണ്. പക്ഷെ അതുകൊണ്ട് പ്രോപ്പർലി മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അച്ഛൻ 15 കിലോ കുറച്ചെന്നും പറഞ്ഞു. ജിമ്മിലെങ്ങാനും പോയിട്ടാണോ പറഞ്ഞു? അല്ല, കഫേ തുടങ്ങിയതിന് ടെൻഷൻ അടിച്ചിട്ടാണോ?
അത്യാവശ്യം നല്ല ടെൻഷൻ. ഓക്കെ ചേച്ചി. എനിക്ക് പിന്നെ ആക്ടിങ് പ്രഷറൊന്നും എനിക്കില്ലല്ലോ. എനിക്ക് വല്ലപ്പോഴും എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വന്നാലായി, അല്ലാതെ എനിക്ക് അങ്ങനെ ആ ഒരു ഫീൽഡിൽ എനിക്ക് അങ്ങനെ സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു വലിയൊരു ബാലൻസിങ്ങിന്റെ ആവശ്യം എനിക്കിപ്പോ കറണ്ട് സിറ്റുവേഷനിൽ ഇല്ല. അപ്പൊ കൂടുതലും എൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ കൂടുതലും ബിസിനസ്സിൽ തന്നെയാണ് കൂടുതലും ടൈം പോകുന്നത്. പിന്നെ അവിടെയാണെങ്കിലും ഒരു പ്രോപ്പർ ടീം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. 5 years ആയി. അപ്പോൾ ഈ 5 years ആയിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു പ്രോപ്പർ ഒരു എന്താ പറയുക, ഒരു അജണ്ട ഉണ്ട്, ഒരു റുട്ടീൻ ഉണ്ട്. ആ റുട്ടീനിൽ അങ്ങനെ വർക്ക് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നു. വലിയ അങ്ങനെ കുഴപ്പമില്ല. ഉണ്ട് ഇല്ല എന്നല്ല, എല്ലാ ബിസിനസ്സിലും ഉള്ളതുപോലത്തെ ടെൻഷൻസ് ഉണ്ട്. പക്ഷെ ഒരു ഭയങ്കര ഒരു ബാലൻസിങ് ഇഷ്യൂ ഒന്നും വരുന്നില്ല, ടു ബി വെരി ഓണസ്റ്റ്. എനിക്കറിയാം സൗബിൻ്റെക്കും പ്രൊഡക്ഷൻ ആണെങ്കിലും ഒരു ബിസിനസ് ആണല്ലോ. അതാണ് ഏറ്റവും ടെൻഷൻ പിടിച്ച പണി ചെയ്യണ ആളാണ് ഇരിക്കുന്നത്. അതിനും എന്റെ കൂടെ ആളുകളുണ്ട്, പാർട്ട്നേഴ്സ് ആണെങ്കിലും ആ ഏരിയക്ക് അവരാ നോക്കുന്നത്. ഞാൻ ആ പ്രൊഡക്ഷൻ അതിന്റെ സ്ക്രിപ്റ്റിന്റെ കാര്യം ഷൂട്ടിന്റെ കാര്യങ്ങളും അതിന്റെ കൂടെ പോകുന്നത്. ഞാൻ അധികം അത് ഏറ്റുപിടിക്കാറില്ല, കാരണം ആക്ടിങ് ചെയ്യുന്നുണ്ട്, അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. മാക്സിമം അതെന്റെ പാർട്ട്നേഴ്സും ഞാൻ അതിൽ നിന്ന് എന്താണ് ഇങ്ങോട്ട് കൂടുതൽ കിട്ടാൻ പറ്റും, നമുക്ക് ഇതും കൂടി കുറച്ച് ഞാനതിൽ പ്രൊഡക്ഷൻ നിൽക്കുന്നതിൽ കൂടുതൽ ബഡ്ജറ്റ് കൂടുന്നത് ഞാൻ കാരണം തന്നെ നമുക്ക് അതും കൂടി എടുക്കാം, ഇത് എടുക്കാം, അങ്ങനെ അത് ആ സാധനം കൊണ്ടുവരാന്ന് പറയാം. കുറക്കാനോടല്ല, അത് വലുതാക്കുന്നതാണ്. കൂടുതൽ പറയിക്ക വെറുതെ ഓരോന്ന് പറഞ്ഞ് അതൊന്നും കൂട്ടില്ലേ, അങ്ങനെയൊക്കെ കുറെ കൂടുതൽ വരാറുണ്ട്. പിന്നെ ടെൻഷൻ എന്തോന്നല്ലോ ഉണ്ടല്ലോ, ഇപ്പൊ ആക്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഭയങ്കര ടെൻഷനായിട്ടുള്ള കാര്യമാണ്. ഇറങ്ങുന്നവരെ ഇറങ്ങിയ ശേഷവും ടെൻഷനാണ്. അതെന്തായിരിക്കും എന്നുള്ളത്. കാരണം നമ്മൾ കുറേ നാളത്തെ പ്രോസസ് അല്ലേ, അത് മനസ്സിലിട്ട് നമ്മൾ ആലോചിച്ച് കൂട്ടുന്നല്ലേ. കഥ കേൾക്കുന്ന തൊട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള, ഇപ്പൊ പ്രത്യേകിച്ച് ഇറങ്ങി കഴിഞ്ഞാലും നമുക്ക് ടെൻഷനാണല്ലോ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ടെൻഷനുണ്ട്. ടെൻഷൻ ഇതിലിപ്പോ നല്ലതും ഉണ്ട് കേട്ടോ, സന്തോഷവും ഉണ്ട്, അതേപോലെ തന്നെ നല്ല സന്തോഷങ്ങളും ഉണ്ട്. ഓക്കെ. എനിക്ക് ഇപ്പം 2 സോങ്സ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു സിനിമയിൽ. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ്, ഒരു സോങ് രമ്യ ചേച്ചി പാടിയിട്ടുണ്ടായിരുന്നു. സോ ഇനി എത്ര സോങ്സ് ഉണ്ട് മൊത്തം ഫിലിമിൽ? ശരിക്കും പറഞ്ഞാൽ എല്ലാം 1 മിനിറ്റ് 1/2 മിനിറ്റ് ഒക്കെ ഉള്ള 6 പാട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല, അത് 4-5 മിനിറ്റിൽ 4 പാട്ടെന്ന് പറയുമ്പോ ചെറുതാക്കി ഇങ്ങനെ കൊടുക്കുന്നത്. നമുക്കൊരു ഫുൾ സോങ് ആയിട്ട് കാണിച്ചത് കരിവള എന്ന് പറഞ്ഞ ഒരു സോങ് മാത്രമാണ്. ബാക്കിയെല്ലാം ഇങ്ങനെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ഫിലിം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേക്ക് പോകുന്നതും. അത് ആക്ച്വലി നോർമലായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഇപ്പോൾ അത് ഭയങ്കര ട്രെൻഡാണ്. ആ ദിവസമായിരിക്കും നമ്മൾ കുറേ പുതിയ പുതിയ അവതാരങ്ങളെയൊക്കെ കാണുന്നത്, അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെയല്ല ആൾക്കാരെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പല ആൾക്കാർക്കും പേടിയാണ് ഇപ്പോൾ ഫസ്റ്റ് ഡേക്ക് ചില സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അവരാരും നമ്മളെ ഇന്ന് വരെ പിടിച്ചു കടിച്ചിട്ടില്ല. എന്തിനാ പേടിക്കണം? അങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. അതും പറഞ്ഞ് നമ്മള് പേടിച്ചിട്ട് പോവാതിരിക്കുന്നല്ലേ ഏറ്റവും വലിയ പേടി. അതെ, ഒരു സിനിമയല്ലേ, എല്ലാ തരം ആൾക്കാരുടെയും സ്വന്തമായി മാറുകയാണ് അത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ. പിന്നെ അത് വന്നിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് തിയേറ്ററിൽ ഇറക്കരുത് നോക്കണം. അത് കേട്ടു പോവാതിരിക്കുക, അത് മോശമാണോ നല്ലതാണോ എന്താണ് ഇപ്പോൾ നമ്മൾ പോയി അത് ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു സുഖം അത് അവരുടെ പേഴ്സണൽ തിങ്, നമ്മളെ ബാധിക്കേണ്ട വിഷയമില്ല, നമ്മുടെ സിനിമേനെയും ബാധിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫസ്റ്റ് ഡേക്ക് പോകുന്നതിൽ പ്രത്യേകിച്ച് അതിന് ടെൻഷനും കാര്യങ്ങളൊന്നും ഓബ്വിയസ്ലി അല്ലേ. അതെല്ലാം സിനിമയുടെ റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ടെൻഷൻ അത് മാത്രമേ ഉള്ളൂ. അതെല്ലാവർക്കും ഉണ്ടല്ലോ ഈ പറയുന്ന പോലെ. ഇനിയിപ്പോ എന്താണ് സൗബിൻക ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഫിലിമിനെ കുറിച്ചിട്ട് പ്ലാനിങ് നടക്കുന്നുണ്ട്. ഇപ്പൊ തമിഴ് പടം ചെയ്യുന്ന, അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഈ വർഷം പ്രതീക്ഷിക്കാം. ഞാൻ എന്നോട് പറയുന്നത് അങ്ങനത്തെ ഒരു തീരുമാനത്തിലോട്ടാണ്. ആവട്ടെ, അവിടെ എത്തുന്നുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഓൾസോ ഇപ്പൊ മച്ചാന്റെ മാലാഖ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ എന്താണ് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്? ഇതിപ്പോ ആര് പറയുന്നുള്ള കൺഫ്യൂഷൻ അല്ലേ? പറയാനുള്ളത്
സിനിമ റിലീസ് ആവുകയാണ്. എന്തായാലും സാധാരണ പറയുന്ന പോലെ തന്നെ എല്ലാവരും വന്ന് കാണാം. ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, മറ്റുള്ളവർക്കും പറയാം. സിനിമയെ വിജയിപ്പിക്കുക. ഓക്കെ, എന്തായാലും ഇഷ്ടപ്പെടും. വേറെ രീതിയിലുള്ള ഇപ്പൊ എല്ലാം ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ റിവ്യൂ ഒക്കെ നമ്മളെ ഡയറക്ട്ലി മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മെസ്സേജ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ അതെ, സത്യം. അപ്പൊ നിങ്ങൾ റിപ്ലൈ കൊടുക്കാറുണ്ടോ? ഞാൻ കാണുന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫിലിം 27th തിയേറ്ററിലേക്ക് വരികയാണ് മച്ചാൻ്റെ മാലാഖ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ഫിലിം. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ പെട്ടെന്ന് പോയി ഭക്ഷണമൊക്കെ കഴിച്ചാൽ എനിക്കറിയാൻ വിഷമിരിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു.